അതിഥി എത്തിയിരിക്കുന്നത് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വീഡിയോത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴുത്തുവേദനയെക്കുറിച്ചും ആയുർവേദത്തിലൂടെ എന്തൊക്കെയാണ് കഴുത്തുവേദനയ്ക്കുള്ള പരിഹാര മാർഗങ്ങളുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആദ്യം തന്നെ നമുക്ക് കഴുത്തുവേദനയുടെ കാരണങ്ങളിലേക്ക് തന്നെ പോകാം. ഓക്കെ. കഴുത്തുവേദന എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പദമാണ്. നമുക്കറിയാം കഴുത്തുവേദനയ്ക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാകാം. എങ്കിൽ തന്നെ നമ്മൾ പൊതുവെ കഴുത്തുവേദന എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം, അതായത് നമ്മളുടെ സർവൈക്കൽ റീജിയൻ എന്ന് പറയും. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്പൈനൽ അനാറ്റമിയെ കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ലഭിക്കും. അതായത് നമ്മളുടെ ശരീരത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഏകദേശം 33 വെർട്ടിബ്ര ആണ് ഉള്ളത്, കശേരുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ 7 എണ്ണം, അതായത് സർവൈക്കൽ വെർട്ടിബ്ര എന്നാണ് ഈ ആദ്യ 7 കശേരുക്കളെ പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും അധികം ഈ പറഞ്ഞ വേദനകൾ ഉണ്ടാകുന്നത് പലപ്പോഴും ഒന്നുകിൽ ഈ C5, C6, C7 ഈ ഒരു ഭാഗത്ത് ഡിസ്കുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും കഴുത്തുവേദന ഉണ്ടാകുന്നത്. ഇനി ഇത് കൂടാതെ കഴുത്തുവേദനയ്ക്ക് മറ്റ് ചില കാരണങ്ങൾ, പ്രത്യേകിച്ച് മസിൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത് പല രീതിയിലും കഴുത്തുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും പൊസിഷൻ ശരിയല്ലാത്ത രീതിയിൽ ഇരിക്കുക, കിടക്കുക, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കഴുത്തുവേദന ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നടുവേദന ഇതിനു മുന്നേ 1 മാസം മുന്നേ ചർച്ച ചെയ്തതാണ്. നടുവേദനയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രശ്നം അനുഭവിക്കാത്തവർ ആരും ഉണ്ടായിരിക്കുകയില്ല. അതേപോലെ തന്നെയാണ് കഴുത്തുവേദനയുടെയും കാര്യം. കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കാത്തവർ വളരെ കുറവാണ്. അതേപോലെ തന്നെ മറ്റൊരു ഇത് കാണുന്നത് ഈ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എല്ലാം ആണെങ്കിൽ ഒരു 65 വയസ്സിന് മുകളിലാണെങ്കിൽ 90% ആളുകൾക്കും കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ, കഴുത്തിൻ്റെ കശേരുക്കൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ടോപ്പിക്കായിട്ട് സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നുള്ളതിനേക്കാൾ ഉപരി കഴുത്തുവേദനയെ തന്നെ എടുക്കാനുള്ള കാരണം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ എല്ലാം തന്നെ നമുക്ക് കഴുത്തുവേദന എന്നൊരു പദത്തിൽ നിർവചിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം പേർ ഇപ്പോൾ നമ്മളുടെ തന്നെ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലേക്കും മറ്റും ധാരാളം ആളുകൾ ഇവിടുത്തെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് പലർക്കും ഈ നെക്ക് സ്പ്രെയിനും മറ്റും വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം പേർക്ക് ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. തീർച്ചയായും ഇതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഇത് തടുത്തു നിർത്താനായിട്ട് സാധിക്കും. ശരിക്കും ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് സാധാരണ ക്ലിനിക്കിൽ ഈ ഒരു കഴുത്തുവേദന കംപ്ലൈന്റുമായിട്ട് വരാറുള്ളത്? അതെ, ഇത് ഈ പറഞ്ഞ പോലെ ഏജ് ഗ്രൂപ്പ് എന്നുള്ളത് പണ്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ ഈ മെഡിക്കൽ സയൻസിൽ വളരെ കാതലായ ചില മാറ്റങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ലക്ഷ്മി ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ കഴുത്തുവേദനയുടെ ഒരു ഏജ് ഗ്രൂപ്പ് ചോദിച്ചു. ഇത് പണ്ട് കാലത്ത് ഇത് വയസ്സായവർക്ക്, ഞാൻ പറഞ്ഞു ഒരു 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണെങ്കിൽ 90% പേർക്കും കഴുത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതും അല്ലെങ്കിൽ നട്ടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് വളരെ ചെറുപ്പക്കാർക്ക് പോലും കഴുത്ത് വേദന ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ അമിതമായ ഉപയോഗം. ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിനേക്കാളും ഇന്ന് വലിയ അപകടമാണ് മൊബൈൽ ഫോണുകളുടെ അമിതോപയോഗം. കാരണം വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാം ഇന്ന് നമ്മളുടെ വിരൽ തുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ പലപ്പോഴും നമ്മളുടെ കഴുത്തിന് വലിയ രീതിയിൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം പോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ഡ്രൈവിംഗ്, ഇതും പലപ്പോഴും കഴുത്തിന് വലിയ രീതിയിൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന സംഗതികളാണ്. ഇതെല്ലാമാണ് പലപ്പോഴും കഴുത്ത് വേദനയ്ക്ക് കാരണമാകുന്നത്. ശരിക്കും ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നമ്മളിങ്ങനെ കാരണങ്ങളൊക്കെ പറഞ്ഞു, അതിൽ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇതിൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് കഴുത്തുവേദനയുടെ സിംറ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായും കഴുത്തുവേദന തന്നെയാണ്. പക്ഷേ ഇത് എപ്പോഴാണ് നിങ്ങൾ ഇത് വേണ്ട രീതിയിൽ നിങ്ങൾ പരിചരണം ഇതിന് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്. കാരണം കഴുത്തുവേദന നമ്മൾ പലപ്പോഴും ലോക്കലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ചെറിയൊരു കഴുത്തുവേദന തോന്നി, എല്ലാവരുടെയും വീട്ടിൽ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ഉണ്ടാകും. അതുമല്ലെങ്കിൽ ഇന്ന് ചോക്ലേറ്റിനേക്കാളും ലഭ്യമാണ് പലപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും പോയിട്ട് ഏതെങ്കിലും പെയിൻ കില്ലേഴ്സ്, അതുമല്ലെങ്കിൽ ഫാർമസികളിൽ പോയിട്ട് പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് പലരുടെയും ഒരു വളരെ സാധാരണമായ ഒരു ശീലമായിട്ടുണ്ട് ചെറിയ വേദനകൾക്ക് പോലും. പക്ഷേ അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ
കഴുത്ത് വേദനയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില ലക്ഷണങ്ങൾ കൂടി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഓർക്കുക. പ്രത്യേകിച്ച് കൈകളിലേക്ക് തരിപ്പ്, അതോടൊപ്പം തന്നെ കൈവിരലുകൾക്ക് നംനസ്, ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു രക്തയോട്ടമില്ലാത്ത ഒരു പ്രതീതി. അതേപോലെ ചിലർക്കാണെങ്കിൽ ഈ കൈവിരലുകൾ കോച്ചി പിടിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. അതേപോലെ കൈകളിലേക്ക് വേദന, ഇങ്ങനെ സ്ഥായിയായിട്ട് ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് നംനസും മറ്റും അനുഭവപ്പെടുന്നെങ്കിൽ, ഇത് നിങ്ങളുടെ സർവൈക്കൽ ഡിസ്കുകൾ അഥവാ നമ്മളുടെ കശേരുക്കൾക്കിടയിലുള്ള ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കുകൾ നമ്മളുടെ കൈകളിലേക്ക് ഇറങ്ങുന്ന ഞരമ്പുകളെ സ്പർശിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. അപ്പോൾ ഇനിയും വച്ചുകൊണ്ടിരുന്നാൽ, അപ്പോൾ ഈ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞ് ഇത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പിന്നീട് കൈകൾക്ക് തളർച്ചയും അതുമല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള സ്വാധീനക്കുറവും മറ്റും പലർക്കും ഇതുവഴി അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഈ രീതിയിലുള്ള നംനസ്, അതേപോലെ തന്നെ സർവൈക്കൽ സ്പോണ്ടിലോസിസും മറ്റും വളരെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ബ്ലാഡർ സിംറ്റംസ് എല്ലാം ഉണ്ടാകാം. അതായത് മൂത്രമൊഴിക്കുന്നതിന് ഉള്ള തടസ്സങ്ങൾ, അതേപോലെ തന്നെ ചലനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, തലകറക്കം, ഇങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. ശരിക്കും ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡയഗ്നോസിസ് രീതികൾ എങ്ങനെയൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഇതിന്റെ കോസസ് എന്നുള്ളത്, എന്തെല്ലാമാണ് പലപ്പോഴും നടുവേദനയ്ക്ക് വഴിതെളിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും സാധാരണമായിട്ട് കഴുത്തുവേദന, അതുമല്ലെങ്കിൽ സർവൈക്കൽ സ്പോണ്ടിലോസിസ്. സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നുള്ള ഒരു പദം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കേൾക്കുന്നതാണ്. അതെ, സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. ഈ തേയ്മാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാരണമായിട്ട് വരുന്നത് ഒന്ന് ഡീഹൈഡ്രേറ്റഡ് ഡിസ്കുകൾ, അതായത് നമ്മളുടെ കശേരുക്കൾക്കിടയിൽ ഞാൻ പറഞ്ഞു സ്പോഞ്ച് പോലെ ഒരു പദാർത്ഥമുണ്ട്. അതായത് ഈ വെർട്ടിബ്രകൾ അതുമല്ലെങ്കിൽ കശേരുക്കൾ തമ്മിൽ ഉരയാതിരിക്കാനായിട്ടാണ് ഈ സ്പോഞ്ച് പോലെയുള്ള പദാർത്ഥമുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട രീതിയിൽ ഇതിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് പലപ്പോഴും നമ്മളുടെ ഈ ഡിസ്കുകളിലുള്ള ജലാംശം കുറയുന്നു. ഇത് പലപ്പോഴും കശേരുക്കൾ തമ്മിൽ അടുക്കാനും ഇവ തമ്മിൽ ഉരയാനും മറ്റും കാരണമാകുന്നു. ഇത് പലപ്പോഴും കടുത്ത രീതിയിലുള്ള നടുവേദനയ്ക്ക് അല്ല കഴുത്തിൻ്റെ വേദനയ്ക്ക് കാരണമാകുന്നു. അതേപോലെ തന്നെ ഈ ഡിസ്കുകൾ ഈ രീതിയിൽ ഇവയ്ക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് പലപ്പോഴും ഈ ഡിസ്കുകൾ പുറത്തേക്ക് തള്ളപ്പെടുന്നു. ഈ പുറത്തേക്ക് തള്ളുന്ന ഡിസ്കുകൾ പലപ്പോഴും കൈകളിലേക്ക് ഇറങ്ങുന്ന ഞരമ്പുകളെയും മറ്റും സ്പർശിക്കുന്നു. ഇതും കടുത്ത രീതിയിലുള്ള കഴുത്ത് വേദനയ്ക്ക് കാരണമാകാറുണ്ട്. അതേപോലെ തന്നെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള പദം നാം കേട്ടിട്ടുണ്ട്. പ്രായം ആകുന്നതിനനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വാതരോഗമാണ്. അപ്പോൾ ഈ ഒരു വാതരോഗം ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ കശേരുക്കളിൽ ചെറിയ ബോൺ സ്പൾസ് ഉണ്ടാകും, അതുമല്ലെങ്കിൽ ചെറിയ ബോൺ ഗ്രോത്തുകൾ, ഇവർ മൂലവും കടുത്ത രീതിയിൽ കഴുത്ത് വേദന ഉണ്ടാകുന്നു. അതേപോലെ കഴുത്തിലെ ലിഗമെന്റ്സ്, ഈ ലിഗമെന്റ്സ് പലപ്പോഴും പ്രായം കൂടുതലനുസരിച്ച് ഇവ കട്ടിയാകുന്നു. ഇതിന്റെ ഫലമായിട്ട് കഴുത്തിന്റെ വേദന ഉണ്ടാകാറുണ്ട്. മറ്റ് സാധാരണമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോൾ മസിൽ സ്ട്രെയിൻസ്, മസിൽ സ്പ്രെയിൻ, അതേപോലെ തന്നെ കാലപ്പഴക്കം, പ്രായ കൂടുതൽ കൊണ്ട് നമ്മളുടെ ജോയിന്റുകളുടെ ഫംഗ്ഷൻ കുറയുന്നു, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അതേപോലെ തന്നെ കഴുത്തിന്റെ ഈ ഭാഗത്ത് കടന്നു പോകുന്ന ഞരമ്പുകൾക്കുണ്ടാകുന്ന കംപ്രഷൻ, ഇത് കഴുത്തുവേദന ഉണ്ടാക്കാം. അതേപോലെ തന്നെ ചില ഇഞ്ചുറീസ്, അതുമല്ലെങ്കിൽ ചില രീതിയിലുള്ള മുറിവുകൾ, പ്രത്യേകിച്ച് ആക്സിഡന്റിലും മറ്റും പെടുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിപ്ലാഷ് ഇഞ്ചുറി എന്ന് പറയും. അതായത് പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന, അപ്പോൾ വളരെ മൈനറായിട്ടുള്ള വാഹനാപകടമായിരിക്കാം. നമ്മളുടെ എല്ലാം ക്ലിനിക്കിൽ വരുന്ന മിക്ക കഴുത്തുവേദനകൾക്കും ഈ പലപ്പോഴും ഈ വാഹനാപകടങ്ങൾ, ചെറുതായിട്ട് ഉള്ള വാഹനാപകടങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുകയില്ല. കഴുത്തിനൊരു ചെറിയ പിടുത്തമെല്ലാം തോന്നും. ഏറ്റവും അധികം ഉണ്ടാകുന്നത് വിപ്ലാഷ് ഇഞ്ചുറി എന്ന് പറയും. അതായത് നമ്മൾ പെട്ടെന്ന് വാഹനാപകടത്തിൽപ്പെട്ട് ബ്രേക്ക് അമർത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരം അവിടെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്, പക്ഷെ കഴുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതുകൊണ്ടൊരു ജെർക്കിംഗ് മൂവ്മെന്റ് ഉണ്ടാകുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഡിസ്കുകൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാവുകയും ഇതുമൂലം കഴുത്തിന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയുമെല്ലാം ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെ ചില രോഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ നമുക്കറിയാം വേറെ മെനിഞ്ചൈറ്റിസ് അടക്കമുള്ള ചില രോഗങ്ങൾ, ഇവയുടെ എല്ലാം ലക്ഷണങ്ങളായിട്ടും. അപ്പോൾ കഴുത്തുവേദന എന്നുള്ളത് കേവലം ഡിസ്കിന്റെ മാത്രം പ്രശ്നം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് കഴുത്തുവേദന ഉണ്ടാക്കാം. പ്രത്യേകിച്ച് മെനിഞ്ചൈറ്റിസ് എല്ലാം കുട്ടികളിലെല്ലാം ഉണ്ടാകുന്ന ഈ അസുഖം പലപ്പോഴും കഴുത്തിന് കടുത്ത രീതിയിലുള്ള വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഡയഗ്നോസിസ്, അപ്പോൾ ഈ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ സാധാരണമായിട്ട് ഈ ഇപ്പോൾ ഒരു നോർമൽ മസിൽ സ്പ്രെയിൻ എല്ലാമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ അതിന് എക്സ്റേയുടെയും CT സ്കാനിന്റെയും ഒന്നും ആവശ്യമില്ല. പക്ഷേ കുറച്ച് കടുത്ത രീതിയിൽ സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന കഴുത്തുവേദനയാണെങ്കിൽ പലപ്പോഴും MRI ഇമേജിംഗ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിന്റെ ഏത് ഭാഗത്താണ് സ്ഥാനഭ്രംശം ഡിസ്കുകൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് അളക്കാൻ നോക്കാറുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ സാധാരണയായിട്ട്. അതേപോലെ തന്നെ കഴുത്തിന്റെ ഈ ഭാഗം എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഏതെല്ലാം ഭാഗത്താണ് ഞെക്കി കഴിയുമ്പോൾ വേദന ഉണ്ടാകുന്നത്, ഇത് കൈകളിലേക്ക് ഇറങ്ങുന്നുണ്ടോ, ഇങ്ങനെ അതേപോലെ നെയർ കണ്ടക്ഷൻ സ്റ്റഡീസ് നടത്താറുണ്ട്. ഉദാഹരണത്തിന് കൈകളിലേക്ക് നമുക്ക് തരിപ്പും വേദനയും മറ്റും കൈകളിലേക്കും മറ്റും ഇറങ്ങുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളുടെ ഞരമ്പുകൾക്ക്, നാഡികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ക്ഷീണം തട്ടിയിട്ടുണ്ട് എന്നറിയാൻ നെയർ കണ്ടക്ഷൻ സ്റ്റഡീസും മറ്റും ഇതിനു വേണ്ടിയിട്ട് നടത്താറുണ്ട്. അപ്പൊ ശരിക്കും നമ്മളിപ്പോൾ ഇത്രയും നേരം കഴുത്തുവേദനയുടെ കാരണങ്ങളെ കുറിച്ചും അതിന്റെ സിംറ്റംസും അത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ശരിക്കും ഈ കഴുത്തുവേദന ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. കാരണം കഴുത്തുവേദന ഒഴിവാക്കാൻ നാം ഏറ്റവും അധികം 1-2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാലത്തെ ജീവിതക്രമത്തിൽ ഏറ്റവും അധികം നടുവേദനയ്ക്ക് പലപ്പോഴും കാരണം ആകുന്നത് നമ്മളുടെ ജീവിത ശൈലി തന്നെയാണ്. ജീവിതശൈലിയിൽ ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എർഗോണമിക്സ് എന്ന് പറയും. അതായത് നമ്മളുടെ പോസ്റ്റർ കീപ്പ് ചെയ്യുന്നതിൻ്റെ ശാസ്ത്രം. അതായത് നമ്മൾ ഏത് തരത്തിൽ ഫർണിച്ചറുകൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഏത് തരത്തിൽ നമ്മളുടെ മുന്നിൽ കമ്പ്യൂട്ടർ വയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് കമ്പ്യൂട്ടർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകളുടെ ലെവൽ എപ്പോഴും കമ്പ്യൂട്ടർ സ്ക്രീനിന് സമാന്തരമായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മുൻകൈകൾ, അതും അല്ലെങ്കിൽ ഫോർ ഹാൻഡ്സ് എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, എപ്പോഴും നാം ഈ രീതിയിൽ മൗസും മറ്റും ഉപയോഗിക്കുന്ന സമയത്ത് ഈ മൗസ് ഉപയോഗിക്കുന്ന കൈയും അതേപോലെ തന്നെ കീപാഡും എല്ലാം തന്നെ ഒരേ ലെവലിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ മറ്റൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഈ സ്ഥിരമായിട്ട് ഈ രീതിയിൽ ടൈപ്പ് ചെയ്യുന്നത്, ഇത് പലപ്പോഴും ഒരു ബാക്ക് പ്രഷർ നമ്മളുടെ കൈകളിലൂടെ തിരിച്ച് തോളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് തടയാനായിട്ട് ഈ ഭാഗത്ത്, റിസ്റ്റിന്റെ ഭാഗത്തായിട്ട് മൗസ് തന്നെ ജെല്ലുള്ള മൗസ് പാഡുകൾ ഇന്ന് ലഭ്യമാണ്. അതായത് നിങ്ങൾക്ക് ഈ റിസ്റ്റ് ഭാഗത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള സമ്മർദ്ദം ജെല്ലുകൾ ഈ ഭാഗത്തുള്ള മൗസ് പാഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ എർഗോണമിക് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് പ്രത്യേകിച്ച്, അതേപോലെ തന്നെ പലരും ഈ ഓഫീസിൽ ഒരു കൈകൊണ്ട് ഫോൺ വിളിക്കുക, മറു കൈകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, ഇങ്ങനെ വളരെയധികം സ്ട്രെയിൻ കഴുത്തിന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ശീലങ്ങൾ തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട്. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ക്ലിനിക്കിൽ ഒരു അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ വരികയുണ്ടായി. ഈ അക്കൗണ്ടൻസിന് പലപ്പോഴും സംഭവിക്കുക, ഈ രീതിയിൽ ഡെബിറ്റും ക്രെഡിറ്റും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകവേ ഇതിന്റെ ഒരു അക്കൗണ്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാതെ ഇവിടുന്ന് എഴുന്നേക്കുകയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ പലപ്പോഴും ആ പണിയുടെ ലഹരിയിൽ, അതും അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, നമ്മൾ ആ ഒരു വർക്കിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അത് കേവലം അക്കൗണ്ടൻസിന് മാത്രം സംഭവിക്കുന്നതല്ല, എല്ലാ ജോലിയിലുള്ളവർക്കും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പണി തീർത്തിട്ട് അങ്ങോട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ച് 1-2 മണിക്കൂർ കടന്നു പോകുന്നത് അറിയുകയില്ല. അപ്പോൾ കഴുത്തിന് ചെറുതായിട്ട് സ്ട്രെയിനെങ്കിലും അനുഭവപ്പെട്ട് തുടങ്ങുന്ന അവസ്ഥയുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അരമണിക്കൂറെങ്കിലും കൂടുമ്പോൾ നിങ്ങളൊന്ന് ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് കഴുത്തിനും അതേപോലെ തന്നെ ശരീരഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് തോൾ ഭാഗത്തിനും എല്ലാം ലളിതമായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റ്, കഴുത്ത് മുന്നോട്ടും പിറകോട്ടും ആക്കുക.
അതേപോലെ തന്നെ വലത്തോട്ടും ഇടത്തോട്ടും ചരിക്കുന്ന അഭ്യാസങ്ങൾ, ഇങ്ങനെ അതുപോലെ നെക്ക് റൊട്ടേഷൻ, ഇതെല്ലാം വളരെ ശാന്തമായിട്ട് ശ്വസനത്തിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കഴുത്തിന്റെ വേദനയെ മാറ്റാൻ സാധിക്കും. അതേപോലെ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല് എപ്പോഴും നിവർത്തി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിററുകൾ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ സൈഡ് മിറേഴ്സ് ഇവ വേണ്ട രീതിയിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ ഇടയ്ക്ക് മധ്യത്തിലുള്ള മിററിലും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഡ്രൈവിംഗ് കുറെ കൂടി സുഗമമാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നട്ടിൽ എപ്പോഴും ഈ ബക്കറ്റ് ടൈപ്പ് സീറ്റെല്ലാമുള്ള കാറുകളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമുക്ക് പല ഉപകരണങ്ങൾ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ഹലോ, ഞാൻ ലീനയാണ്. ലീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാ വിളിക്കുന്നത്. ഓക്കെ. ഹസ്ബൻഡിന് ഷുഗർ ഉണ്ട്. ഇപ്പൊ കാലില് വേദന തോന്നാറുണ്ട്. കാലിന്റെ ഉപ്പറ്റിയില് നല്ല വേദന തോന്നിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ ഇപ്പൊ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചെറിയ സ്റ്റോൺ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ സ്കാൻ ചെയ്തപ്പോ സ്റ്റോണിന്റെ ഉണ്ട്, അതെന്തായാലും കളയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യൂറിക് ആസിഡ് നോക്കിയപ്പോ 7.2 യൂറിക് ആസിഡ്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 7 നോർമൽ റേഞ്ച് കാണിക്കുന്നത് 7 ആണെങ്കിലും 7.2 കൂടുതലെന്ന് പറഞ്ഞു. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂറിന്റെ സ്റ്റോൺ പറഞ്ഞിട്ട് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമായിട്ട് കുറച്ചു കാലമായിട്ട് കഴിക്കുന്നുണ്ട്. ഹസ്ബൻഡിന് എത്ര വയസ്സുണ്ട്? 62 വയസ്സ്. 62 വയസ്സ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് പ്രത്യേകിച്ച് ഷുഗറും അതേപോലെ അനുബന്ധ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ജീവിതക്രമത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പോൾ ഒരു തവണ ഒന്ന് ഹസ്ബൻഡുമായിട്ടൊന്ന് നേരിട്ട് വരികയാണെങ്കിൽ നമുക്കൊന്ന് നോക്കിയ ശേഷം എന്തെല്ലാം ഉപാധികളിലൂടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഷുഗറിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട് ലളിതമായിട്ടുള്ള എക്സസൈസുകൾ തീർച്ചയായിട്ടും ചെയ്തു നിൽക്കണം. അതേപോലെ തന്നെ ഈ മൂത്രക്കല്ല് ഒന്ന് ഒഴിവാക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് എല്ലാ ഡോക്ടേഴ്സും പറയുന്നതാണ്. എന്നാൽ തന്നെ മുരിങ്ങയില കിട്ടുമെങ്കിൽ കേട്ടോ, ഈ മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് ദിവസേന കുടിക്കുന്നത് പൊതുവെ ഈ പറഞ്ഞ കിഡ്നി സ്റ്റോൺസ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ മൂത്ര സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരം കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ നോക്കുക. അതേപോലെ ഉപ്പൂറ്റിയുടെ വേദനയും കാലുകൾക്ക് വേദനയും എല്ലാം തന്നെ ഇത് ഷുഗറുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അതേപോലെ തന്നെ ഉപ്പൂറ്റികളിൽ വേദന എന്ന് പറയുമ്പോൾ ഇനി ഭർത്താവിന് കാൽക്കേനിയൽ സ്പർ, അതുമല്ലെങ്കിൽ കാലുകളിൽ എല്ലിന്റെ വളർച്ചയുണ്ടോ, അതുമല്ലെങ്കിൽ കാലിന്റെ പാദങ്ങൾക്കടിയിലുള്ള പാലുകളിൽ നീർക്കെട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതേപോലെ യൂറിക് ആസിഡും ഇപ്പോൾ 7.2 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കൂടിയ അളവ് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാലുവേദന എന്നെല്ലാം ഉള്ളത് നമുക്ക് ദീർഘമായിട്ടുള്ളൊരു എക്സാമിനേഷന് ശേഷം മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കേട്ടിടത്തോളം ഈ പ്രായം വെച്ച് 62 വയസ്സുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ പ്രായവുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്നതാണ്. പക്ഷേ വേണ്ട രീതിയിൽ ചികിത്സകൾ, നമ്മളുടെ പരമ്പരാഗത ചികിത്സകൾ, ആയുർവേദവും പ്രകൃതി ജീവനവും യോഗയും അക്യുപഞ്ചറും എല്ലാം സമന്വയിപ്പിക്കുന്ന ഒരു ചികിത്സാരീതി, ഒരു ഹോളിസ്റ്റിക് ചികിത്സാരീതി കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അധികരിക്കാതെ ഇവയ്ക്കെല്ലാം തന്നെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഡോക്ടറെ, യൂറിക് ആസിഡ് ആവുമ്പോൾ ഭക്ഷണം എങ്ങനെയാണ് ശ്രദ്ധിക്കും? ഭക്ഷണത്തിൽ നിങ്ങൾ കഴിയുന്നതും നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, പ്രത്യേകിച്ച് റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ അമിതമായിട്ട് മാംസ്യങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രോട്ടീൻ അമിതമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. കാരണം പ്രോട്ടീൻ ശരീരത്തിൽ വിഘടിച്ച് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് യൂറിക് ആസിഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ധാരാളം ശുദ്ധജലം ദിവസേന കുടിക്കുക. ഇതെല്ലാം ചെയ്താൽ തന്നെ യൂറിക് ആസിഡിനെ നല്ല രീതിയിൽ നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന മരുന്നുകൾ നാം ആയുർവേദത്തിൽ ഒരു ആയുർവേദ ഡോക്ടറെയോ മറ്റോ കണ്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുതൽ നമുക്ക് കുറച്ചെടുക്കാനും സാധിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ, നമുക്ക് മറ്റൊരു കോളർ ലൈൻ. ഓക്കെ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, മിഴത്തിലേക്ക് സ്വാഗതം. ഹലോ
ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഞാൻ റോയിന്ന് വിളിക്കണേ. ആശാന്റെ പേര്. പറഞ്ഞോളൂ. എനിക്ക് നല്ല തലവേദന, എപ്പോഴും നല്ല തലവേദനയുണ്ട്. അത് തലയുടെ ബാക്കിൽ ഉണ്ടാവാറുണ്ട്. ഡോക്ടറെ കാണിച്ച് മൈഗ്രെയിൻ പറയണേ. അപ്പോൾ മൈഗ്രെയിൻ ഇപ്പോൾ എത്ര കാലമായിട്ട് ആശയ്ക്ക് ഈ പ്രശ്നമുണ്ട്? എനിക്കൊരു 8 മാസമായിട്ട് കണ്ടിന്യൂസ് തലവേദന ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ മൈഗ്രെയിൻ എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ലക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഈ പറഞ്ഞ മൈഗ്രെയിൻ, ഈ തലവേദന ഉണ്ടായി കഴിഞ്ഞാൽ ഛർദിയോ അങ്ങനെയുള്ള ഇതുണ്ടാകാറുണ്ടോ? ഛർദി ഉണ്ടാകാറില്ല, പക്ഷെ ഭയങ്കര രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ കാലത്ത് എണീക്കുമ്പോൾ ഭയങ്കര പെയിൻ വരാറുണ്ട്. സൈനസൈറ്റിസിന്റെ പ്രശ്നമുണ്ടോ? സൈനസൈറ്റിസ് അഥവാ ശരീരത്തിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അമിതമായിട്ട് ടെൻഷൻ എടുക്കുന്ന പ്രകൃതമാണ് ആശയുടേത്. കുറച്ച് ടെൻഷൻ എടുക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാകാം. തീർച്ചയായിട്ടും എന്താണ് കാരണം, അതേപോലെ തന്നെ ഈ തലവേദന അധികരിപ്പിക്കുന്ന സംഗതികൾ എന്താണ്, ഇതെല്ലാം നോക്കിയ ശേഷമാണ് നമ്മൾ ഇതിന് ഒരു ചികിത്സാക്രമം നിശ്ചയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൈഗ്രെയിൻ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിലൂടെ, കാരണം നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കുകയും അതോടൊപ്പം തന്നെ പൊതുവെ മൈഗ്രെയിന് നമുക്ക് ഫലപ്രദമായിട്ടുള്ള പല രീതിയിലുള്ള യോഗാഭ്യാസങ്ങളുണ്ട്, ചില പ്രത്യേക രീതിയിലുള്ള പ്രാണായാമങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിന് വളരെ ഫലവത്തായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ, ഇതും മൈഗ്രെയിന് വളരെ സഹായകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ചികിത്സാക്രമമാണ് ആശയ്ക്ക് ഉതകുക? അതേപോലെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഭക്ഷണത്തിൽ ഇവയെല്ലാം കഴിയുന്നത്ര കുറയ്ക്കാൻ ശ്രമിക്കുക. മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതേപോലെ സൈനസൈറ്റിസ് ഇല്ല എന്നാണ് പറയുന്നതെങ്കിലും കഫത്തിന്റെ ശല്യം ഉണ്ടെങ്കിൽ ശരീരത്തിൽ കഫം കൂട്ടുന്ന കവചമായിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കുക. അമിതമായിട്ടുള്ള ശബ്ദം, അമിതമായിട്ടുള്ള വെളിച്ചം ഇവയെല്ലാം ഈ പ്രത്യേകിച്ച് ഈ തലവേദന വരുന്ന സമയങ്ങളിൽ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ, വേണ്ട രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലിയും കൂടി പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൈഗ്രെയിനെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കും. ആശ കേട്ടോ, പേടിക്കാതിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ ആശ ഫോണിലൂടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫോണിലൂടെയുള്ള കൺസൾട്ടേഷൻ, അതുമല്ലെങ്കിൽ മറുപടികൾക്ക് പല പരിമിതികളുമുണ്ട്. കാരണം എപ്പോഴും നമ്മളുടെ പാരമ്പര്യ ചികിത്സകളിൽ നിങ്ങളുടെ ശരീരപ്രകൃതം, ലക്ഷണം ഇതെല്ലാം നോക്കിയ ശേഷമാണ് നമ്മളൊരു ചികിത്സാക്രമത്തിലേക്ക് വരിക. അപ്പോൾ ആശയുടെ ശരീരപ്രകൃതം എന്താണെന്നോ അതുമല്ലെങ്കിൽ ഈ രോഗത്തിന്റെ ബാക്കിയുള്ള ലക്ഷണങ്ങൾ എന്താണെന്നോ എല്ലാം നമുക്ക് ഈ ഫോണിലൂടെ കേവലം അരമണിക്കൂറിൽ ഒരു പരിപാടിയിൽ 2-3 മിനിറ്റുകൾക്ക് കൊണ്ട് നമുക്ക് സംസാരിച്ച് തീർക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ലക്ഷണങ്ങൾ, എന്തെല്ലാമാണ് നിങ്ങളുടെ ഈ രോഗത്തിന്റെ ബാക്കിയുള്ള കാരണങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി അതിന് ഉതകുന്ന രീതിയിൽ ഒരു ചികിത്സാക്രമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, ഭക്ഷണത്തിലും ജീവിതക്രമത്തിലുമുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടരുകയാണെങ്കിൽ മൈഗ്രെയിൻ പലർക്കും മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുമല്ലെങ്കിൽ മൈഗ്രെയിന്റെ അറ്റാക്സിന്റെ കാഠിന്യമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും കുറച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ശരി. ഡോക്ടർ, നമ്മൾ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ബാക്ക് പെയിൻ ആയിരുന്നു. നമ്മൾ എന്നാൽ അതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് വരാൻ സാധിച്ചില്ല. നമുക്ക് ശരിക്കും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം. നമ്മളിപ്പോൾ അതിന്റെ കാരണങ്ങളും സിംറ്റംസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു, പിന്നെ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും, അത്രയുമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ, ബാക്കി ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ വന്ന് ഇത്രയും ബാക്ക് പെയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ പ്രേക്ഷകരുമായി ഷെയർ ചെയ്തത്, ഒപ്പം നമ്മുടെ 2 പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും ഡോക്ടർ സമയം കണ്ടതിന് താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.